അപ്പൊ എല്ലാരും സ്മാർട്ടല്ലേ? അപ്പൊ പിന്നെ സ്മാർട്ടാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ഒരു ഞായറാഴ്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പൊ നമ്മള് നൈസായിട്ട് ഇന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിരിക്കുന്ന ഗൈസ്. അപ്പൊ ഇന്ന് രാവിലെ ഏകദേശം ഒരു 6 ആയിട്ടുണ്ട്. ഇപ്പൊ കുർബാന തുടങ്ങാൻ സമയമായി. പള്ളിയിലൊക്കെ ലൈറ്റ് ഒക്കെ ഓണാക്കി. അപ്പൊ ഇന്ന് പോഷാനൊക്കെയാണ് ഞങ്ങൾ പള്ളിയിൽ പോയി. അതിനിടെ നമ്മൾ ഒന്ന് ഫൊക്കാശ റെഡിയാക്കാൻ വേണ്ടിട്ട് പോണേ. അപ്പൊ ഇവൻ എന്റെ ഇത് കട്ട് ചെയ്തോണ്ടിരിക്കണം. എന്തായാലും ക്യാപ്സിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഫൊക്കാശ റെഡിയായി. അപ്പൊ എനിക്ക് സ്ലൈസ് ചെയ്യാനുള്ള ഒരു പണി തന്നിട്ടുണ്ട്. ഇതൊന്നും സ്ലൈസ് ചെയ്യാൻ എനിക്ക് കട്ടിങ് അത്ര വശമില്ല. അപ്പൊ ഞാൻ കട്ടിങ് പഠിച്ചിട്ടിരിക്കുന്നു. അപ്പൊ നൈസായിട്ട് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം തന്നിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്താൽ ഇതേപോലെ നമ്മൾ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് മൊത്തം ചെറുതാക്കി എടുത്തിട്ട് ഇതിന്റെ മേലെ അടിയണത്. അപ്പൊ കട്ടിങ് ചെയ്യട്ടെ. കട്ട് ചെയ്യണമെന്ന് കാണിച്ചെടുക്കാം. കറക്റ്റ് ഇത്ര നിന്നാക്കണ്ട. ഒരു സാധനം 3 ആക്കിയാൽ മതി. ഇത്ര വെക്കണം എന്ന് പറയുമ്പോ ഈ കട്ടിങ് വേറെ ഇല്ല ഇങ്ങനെ വെച്ചിട്ട് 3 കട്ട് ചെയ്താ 3 കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഓക്കെ അങ്ങനെ ഇങ്ങനെ 3 കട്ട് ചെയ്താ. ആദ്യം കട്ട് ചെയ്ത കുറച്ചും കൂടി ചെറുതായി പോയിട്ടോ. അപ്പൊ ഇത് ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലെ മൊത്തം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്ത് ഇടാൻ. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് തീർത്തിട്ട് ഞാൻ വരാൻ കഴിച്ചു. അപ്പൊ അവന്റെ പണി ചെയ്യട്ടാ. മൊത്തത്തിലൊന്ന് ഒതുക്കിട്ട് പള്ളിയിൽ പോണം. അപ്പൊ എന്തായാലും കട്ട് ചെയ്ത് തീർത്തിട്ട് വരാം. ഓക്കെ, കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എല്ലാം ഇതിന്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ അതിന്റെ ഒത്തിരി റോസ്മേരി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറി ടൊമാറ്റോ, ക്യാപ്സിക്കം, പിന്നെ ഒനിയൻ, പിന്നെ റോസ്മേരി ഉണ്ട്. നമ്മൾ ഇത് നൈസായിട്ട് ആഡ് ചെയ്യണം. എന്തായാലും വെറുതെ ചുമ്മാ ഇട്ടാ അതില്ല എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫസ്റ്റ് ചെറി ടൊമാറ്റോ ഓരോരോ ഇതിലായിട്ട് സെപ്പറേറ്റ് ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ഇത് പൊങ്ങി വന്നവരെ വെയിറ്റ് ചെയ്യണം. അല്ലേ വെയിറ്റ് ചെയ്തിട്ട് റോസ്മേരി കൂടി ആഡ് ചെയ്യാനുണ്ട്. എന്തായാലും ഞാൻ ഇതൊക്കെ ആഡ് ചെയ്ത് ഞാൻ ബേക്ക് ചെയ്ത് ഇറക്കിയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് പള്ളിയില് കുർബാന തുടങ്ങിയിട്ട് കുറച്ച് ലേറ്റ് ആയതിന്റെ കാരണം നമ്മളെ പൊക്കാശിന്ന് ഇറങ്ങാൻ കഴിഞ്ഞ 2 മിനിറ്റ് പൊക്കാശി ഇറങ്ങാൻ താമസിച്ചു ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞ വിത്തൗട്ട് ക്യാപ്പ്. കാരണം എന്താന്ന് പറയാ ഗൈസ്, കാരണം ഒരുപാട് ആൾക്കാർ ഡെലിവറിക്ക് തന്നെ ചേട്ടന്മാരൊക്കെ വരാൻ അകത്താട്ടി വരും. അപ്പൊ നമുക്കിവിടെ മുടി കൊഴിയുന്ന സീൻ വരുന്നുണ്ട്. അപ്പൊ നമ്മളും മസ്റ്റായിട്ട് യൂസ് ചെയ്താൽ അവർക്കും ഒരു സാധനം കിട്ടുള്ളൂ. അതുകൊണ്ടുകൂടി നമ്മളവിടെ ഒട്ടിക്കുകയും ചെയ്ത് നമ്മളും കുറച്ച് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ചില നേരങ്ങളിൽ നമ്മളാണെങ്കിലും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ പൊക്കാശി ഇപ്പൊ ഇറങ്ങി 2 മിനിറ്റ് വേണം. പൊക്കാശി ഞാൻ കാണിച്ചു തരാം. നൈസായിട്ട് പള്ളിയിൽ പോകണം. പള്ളിയിൽ തുടങ്ങി ഗൈസ്. പള്ളിയിൽ തുടങ്ങിയിട്ട് പൊക്കാശി ഇറങ്ങി വന്നിട്ടുണ്ട് ഗൈസ്. പൊക്കാശി ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ നല്ല ഫ്രഷ് പൊക്കാശിയുടെ സ്മെല്ല്. ഓ എണ്ണ സ്മെല്ലല്ലേ? അതിൻ്റെ ഒലിവ് ഓയിൽ നമ്മൾ അടിക്കണമല്ലോ. ഒലിവ് ഓയിലും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ തേച്ചടിക്കണം. ഇങ്ങനെ ഫുള്ളടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്രൈനെസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയത്. അങ്ങനെ ഫുള്ളടിച്ചു. കൈ ഇങ്ങനെ കൊണ്ടുവച്ചാൽ കൈ പൊള്ളും കൈ. ഓനിന്ന് ഇറക്കിയതിൻ്റെ ഒരു കൈയുടെ പൊള്ളലുണ്ട്. ഇപ്പൊ അതില് ഒരു സാധനം. എങ്ങനെയാണ് കൊള്ളാൻ ഇഷ്ടപ്പെട്ടോ? പൊക്കാശി ഇഷ്ടപ്പെട്ടെങ്കിൽ പൊക്കാശി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമൊക്കെയാണ്. പൊക്കാശി ഒരു ഇറ്റാലിയൻ ബ്രെഡാണ്. അതൊരു ഇറ്റാലിയൻ അല്ലേ, ഇറ്റാലിയൻ സാൻഡ്വിച്ച് ആയിട്ട് നമ്മളത് ഇവിടെ കൊടുക്കണം. ആ ഒരു ബ്രെഡ് നമ്മൾ തന്നെ മേക്ക് ചെയ്ത് ട്രൈ ചെയ്ത് വേണം നോക്കുക. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് ഓയിലടിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് നേരെ പള്ളിയിൽ പോയിട്ട് വരാം. പള്ളിയിൽ നിന്ന് കുരുത്തോല കുരുത്തോല കണ്ടെത്തില്ല. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് എല്ലാവർക്കും അടിച്ച് പൊളിക്കാനുള്ള സൗകര്യം. ഓട്ടിൽസ് ഒരുക്കി തരാം. അപ്പൊ ഓക്കെ, പള്ളി പോയിട്ട് മോശമായിട്ട് എടുത്ത ഇത് കേട്ടാ കുരുത്തോല. അപ്പൊ കുരുത്തോല എന്നാണ് ഇതിന് പറഞ്ഞത്. എനിക്ക് അറിയാവുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമോ, പറയാൻ പറ്റാത്തവർക്ക് വേണ്ടി പറഞ്ഞ കുരുത്തോല. നമ്മള് ഈ കുരുത്തോല മേടിച്ചിട്ട് ശേഷമായിട്ട് പള്ളിയിൽ നിന്ന് പോകുന്നുണ്ട് ഗൈസ്. പള്ളി മൊത്തം കഴിഞ്ഞില്ല, ഉറക്കമുണ്ട് ഗൈസ്. കാരണം ഇന്നലെ വെളുപ്പിന് ഇന്നലെ 6 മണി തൊട്ട് നമ്മളിവിടെ 6 മണി വരെ ഉണ്ട്. 6 മണി വരെ ശരിക്കും നമ്മുടെ ടൈമിൽ. പിന്നെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാ പോയേക്കണം. ഈ സാധനം ഇതൊന്നും നമ്മള് കുരുത്തോല വീടുകളിൽ സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇവിടെ വെക്കാവുന്നൊരു പിടിയില്ല, ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഇത് ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുമോ നോക്കാം. അവിടെ ഇരുന്നിട്ടുണ്ട് ഗൈസ്. അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ രൂപത്തിന്റെ അവിടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നൈസായിട്ട് ഈ നമ്മള് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് അകത്താട്ട് കയറ്റിയിടാണ്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് അകത്താട്ട് കയറ്റിയിടുക. കണ്ണാടി കുടിക്കാനുള്ള ചാലാണ് കേട്ടാ. ഒരു ജാക്കറ്റ് ഇട്ടിട്ടിരിക്കും. അപ്പൊ ഷട്ടറല്ല, ഡോറടക്കാൻ വേണ്ടി പോണ താക്കോലിട്ട് ഞാൻ ഡോറടക്കട്ടെ ഗൈസ്. നമ്മുടെ ട്രിക്കൊക്കെ ഇതാണ് കേട്ടാ. നടക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് എടുക്കണ്ട. ഇങ്ങനെ ആർക്കെങ്കിലും അറിയാൻ പറ്റില്ല ഇതൊക്കെ ചെയ്താൽ മതി അല്ലേ? താക്കോ എടുത്താ. അപ്പൊ നമ്മള്
കടയൊക്കെ അടച്ചിറങ്ങിയിട്ടുണ്ട് കഴിച്ചു. രാത്രി 8 മണിയാകുമ്പോ വരും. സൺഡേ മാത്രം നമ്മൾ 8 മണി, ബാക്കിയുള്ള ദിവസമൊക്കെ 6 മണി. ഓക്കെ, അപ്പൊ പോണല്ലേ? നമുക്ക് വണ്ടിയിലെ കഴിച്ചു. അപ്പൊ ബസ്സിനാ പോണ. നേരെ ബസ്സിന് കയറി പോണം. വീട്ടിൽ എത്തിയിട്ട് ഞാൻ നാളെ വൈകുന്നേരം ഞാൻ പറയാൻ കഴിച്ചു. പോയി ഗൈസ്. അപ്പൊ നമ്മള് ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സമയം ഇന്ന് ചെറുതായിട്ടൊന്ന് വൈകി. കാരണം ഇന്നലെ പോയൊരു സമയവും ഉറക്കം ഇതുവരെ ഇപ്പോഴും ശരിയായിട്ടില്ല. കുറെ ദിവസമായി കഴിച്ച് മര്യാദക്കൊക്കെ ഉറങ്ങിയിട്ട്. അപ്പൊ നമ്മളൊരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടാണ് പോകുന്നത് കഴിഞ്ഞാട്ട്. അപ്പൊ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ടാക്കി. നമുക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ബർഗർ അടിക്കാനുണ്ട്. കാരണം ഞങ്ങളുടെ ചാർക്കോൾ പൗഡർ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ കിട്ടിയിട്ടില്ലെന്നേ. അതൊരു പാടായിട്ട് ഇങ്ങനെ ഇരിക്കണേ. നമുക്കിപ്പോ ഇന്നിപ്പോ ബ്ലാക്ക് ബർഗർ ഇന്നും അവൈലബിൾ ആയിട്ടില്ല. നമ്മുടെ ഗ്രില്ലിഡ് ഒരു ബർഗർ ഉണ്ട്, പിന്നെ ഒരു നോർമൽ ബർഗർ നമ്മൾ അടിക്കൊണ്ട്. ഇപ്പൊ നമ്മൾ അത് രണ്ടും ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടിരിക്കണം. അപ്പൊ ബർഗറിനുള്ള ഡോയും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് റെഡിയാക്കാനുണ്ട് ഗൈസ്. നമ്മുടെ ആ ബർഗറിന് കാര്യങ്ങളൊക്കെ ഡോ ആയിക്കൊണ്ടിരിക്കണേടാ. നമ്മുടെ ആ ബ്ലാക്ക് ബണ്ണല്ലേ ഇത്, നമ്മുടെ നോർമൽ ബണ്ണാണ്. അപ്പൊ നമ്മളിത് എല്ലാ സാധനവും മിക്സായി. നമുക്കപ്പോ ഇങ്ങനെ നൈസായിട്ട് ഇതിന്റെ സ്പീഡൊന്ന് കൂട്ടി കൊടുക്കണം. സ്പീഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സ്പീഡാക്കി ഈ ഒരു സ്പീഡിൽ മൊത്തം ഡോ ചെയ്ത് അടിപൊളിയായിട്ട് വരും ടൈപ്പാ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഡോ ഉരുട്ടി വെച്ച സംഭവമാണ്. അതായത് ഞാൻ ഡോ ചെയ്ത് റെഡിയാക്കി വെച്ച ഒരു സംഭവമാണ് കഴിച്ച. ആദ്യമായിട്ട് ഇത്രയും ഡോ ഫുള്ള് നമ്മൾ ആദ്യമായിട്ട് ട്രെയിൽ ഉരുട്ടി വെച്ചേക്കണേ. കാരണം ഫസ്റ്റ് ടൈമാണ്. കാരണം ഈ ഒരു ബേക്കിങ് കാര്യങ്ങൾ ഉരുട്ടണ അതിൻ്റെ ഒരു സംഭവങ്ങള് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഞാനിപ്പോ പഠിച്ച് എന്റെ ഫസ്റ്റത്തെ ഇതാണ്. എന്താവോന്ന് എനിക്കറിയില്ല. അവൻ വന്നാലേ ഓക്കെ ആണല്ലേന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പൊ നമ്മള് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ പഠിച്ചു തുടങ്ങി. അപ്പൊ എന്തായാലും അവനെത്തില്ല. കാരണം അവൻ എത്രയാണ് അവനൊരു ചെറിയൊരു പ്രോബ്ലത്തിലുണ്ടായി പെട്ടുപോയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പോസ്റ്റായി ഗൈസ്. അവൻ എന്നെ വരെ ഒന്ന് വെയിറ്റും ചെയ്യണം. അതിപ്പോ ഒരു ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ടൈം വെയിറ്റ് ചെയ്യണം. 1.5 മണിക്കൂറിനുള്ളിൽ ഫ്ലോ ആയത് വരാറുണ്ട്. പേസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഫ്ലോ ആക്കിയിട്ട് വേണം നമുക്ക് അത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. അപ്പൊ എന്തായാലും റെഡി ആവണവരെ വെയിറ്റ് ചെയ്യാൻ ഗൈസ്. നമ്മള് ഏകദേശം കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെ അവൻ വന്ന് എത്തിയായിരുന്നു. അവന്റെ കുറച്ച് ഇത് എഴുതിക്കൊണ്ടിരിക്കണേ ഗൈസ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ല, കുറച്ച് കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മള് ഇന്നിങ്ങനെ ഇരിക്കണേ. ഇനി നമുക്ക് കുറച്ച് എന്റെ പണികളൊക്കെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പരിപാടികളൊക്കെ തീർത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കണേ. എന്താ പറയാ, എല്ലാരും സുഖമല്ലേ ഗൈസ്? എല്ലാരും സുഖമായിട്ടിരിക്കട്ട. എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുക. ഞങ്ങളും ഹാപ്പിയാണ് നല്ല രീതിക്ക്. പിന്നെ എന്താ പറയാ, ഇനി കുറച്ച് സീരിയസിലാണ് കാരണം കുറച്ച് സീരിയസിലായിട്ട് ആയിക്കൊണ്ടിരിക്കണേ. കാരണം അങ്ങനെ ആവണം. കാരണം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്. കാരണം സിമ്പിളായിട്ട് എനിക്കിപ്പോ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമായി. കാരണം ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിനിടയിൽ വ്ളോഗ് അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാം കൂടി ചില സമയത്ത് ഇങ്ങനെ വട്ടുപിടിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം സംഭവിക്കൊണ്ടിപ്പോ. പിന്നെ എന്താ പറയാ, എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തോണ്ടിരിക്കണം. അതിന് നമുക്ക് ഇതാണ് കാഴ്ച ഏറ്റവും വലുത്. കാരണം ഇതൊരു സ്വപ്നമാണ് നമുക്ക്. അത് അടിപൊളിയാക്കി എടുക്കാൻ നമുക്ക് പറ്റുമോ? കാരണം അത് നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് അത്രത്തോളം ഭംഗിയാക്കി എടുത്താലേ നമ്മൾ അടിപൊളിയാവുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അതും എല്ലാം നിങ്ങളും ഈ വ്ളോഗും എല്ലാം എനിക്ക് വേണം. കാരണം ഈ വ്ളോഗ് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചധികം വർഷങ്ങളായി, 2-3 കൊല്ലത്തോളമായി. 2 കൊല്ലം പോയി. അപ്പൊ അതും നിങ്ങൾ എന്നെ ഇപ്പൊ ഇത്ര വിശ്വസിച്ച് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് 10-700 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. 700 പേരും എനിക്ക് അറിയുന്ന ആൾക്കാരൊന്നും അല്ല. ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കും വേണ്ടിയിട്ടും ഞാൻ വീഡിയോസ് ഒക്കെ ഇടണം. അപ്പൊ എനിക്ക് അതും വേണം, എല്ലാം വേണം. അപ്പൊ ഞാൻ അതും കൂടിയൊക്കെ കണ്ട് സെറ്റാക്കി എടുക്കണം. കുറച്ച് പണികൾ കൂടി ഉണ്ട് ഗൈസ്. തീർത്തിട്ട് ഞാൻ പണികളൊക്കെ ഒന്ന് ഒതുക്കട്ടെ. ഞങ്ങൾ ഒതുക്കിയിട്ടൊന്ന് ഫ്രീ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാൻ ഞാൻ വരാം. നമ്മള് എല്ലാം കഴിഞ്ഞപ്പോ ഇക്കാൻ്റെ ഒരു ചായ പിടിക്കാൻ വന്നതാ. കാണിക്കാം ഹായ്. ഒരു ഹായ് പറയാ. നമ്മുടെ വ്ളോഗാണിത്. ഈ കട എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാൻ പറ്റില്ല. കലൂർ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കട അല്ലേ ഈ ഒരു ഷോപ്പ്. ഈ കടയുടെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട് കഴിച്ചു. നമ്മള് ചായ പിടിക്കാൻ പോകുന്ന ഒരു വടയും കൂടി അടിച്ചിട്ടുള്ളതാ. എന്തൊരു ചായ അങ്ങനെ കാര്യം സൺഡേ കഴിഞ്ഞ് മൺഡേ ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം അകത്തിട്ട് ഇനി മാച്ച് ഒന്ന് കൊട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. അപ്പൊ നമ്മള് നൈസായിട്ട് വീട്ടിൽ പോണാണ്. അപ്പൊ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്.